ഇപ്പോൾ സംസ്കൃതി ക്ഷണായി നിങ്ങൾക്കറിയാം 7 മണിക്ക് രാത്രി ഫ്ലവേഴ്സ് സംപ്രേഷണം ചെയ്യുന്ന ഒരു പരമ്പരയുണ്ട്. അതിൽ നായികയായിട്ട് വരുന്ന സംസ്കൃതി ക്ഷണായി നമുക്കൊപ്പം ചേരുന്നു. അഖിൽ ഷാ അൻസാറാണ് സംസ്കൃതി ക്ഷണായിക്ക് ഒപ്പം ഉള്ളത്. അഖിൽ ഷാ, ഗുഡ് മോർണിംഗ്, പറയൂ. എസ്കെൻ, ഗുഡ് മോർണിംഗ്. ഈ ആറ്റുകാൽ പൊങ്കാലയിൽ എപ്പോഴും സെലിബ്രിറ്റികൾ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് എടുക്കുന്നത്. നമുക്കൊക്കെ അറിയുന്നത് പോലെ ഒരുപാടധികം പ്രശസ്തർ ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഫ്ലവേഴ്സിൻ്റെ വളരെ പ്രസിദ്ധമായൊരു പരമ്പരയാണ് ആറ്റുകാൽ അമ്മ എന്ന് പറയുന്നത്. അതിലെ പ്രധാന വേഷം അല്ലെങ്കിൽ ദേവിയായി അഭിനയിക്കുന്ന സംസ്കൃതി ഷേണായാണ് നമുക്കിപ്പോൾ ഉള്ളത്. സംസ്കൃതി ഷേണായി പൊങ്കാലയിടാനായി തിരുവനന്തപുരം പട്ടത്തെത്തിയിരുന്നു. എന്തായാലും നമുക്ക് ചോദിക്കാം, പൊങ്കാലയിടാൻ സ്ഥിരമായി വരുന്നതാണോ? ഇല്ല, ഇത് ആദ്യമായിട്ടാണ് ഇപ്പോൾ വരുന്നത്. എന്താണ് ആദ്യത്തെ ഒരു പൊങ്കാലയാണ്, അപ്പോൾ അതിൻ്റെ അനുഭവങ്ങളൊക്കെ എന്താണ്? ഇപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, അതുപോലെ നെർവസ് ആയിരുന്നു. കാരണം ഇത്രയും നാളായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് വരുന്ന ഒരു സംഭവം, അത്രയും വലിയൊരു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ്. സോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ പരമ്പരയിൽ ദേവിയായിട്ടുള്ള വേഷമാണ് ഇട്ടിരിക്കുന്നത്, ഒപ്പം ഈ ആറ്റുകാൽ പൊങ്കാല ഇടുകയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം എങ്ങനെയാണ്? ദേവിയായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ്. നമ്മൾ പുറത്ത് പോകുമ്പോഴും ആൾക്കാർ അത് ഒരുപാട് റെസ്പെക്റ്റോടെയാണ് നമ്മളെ കാണുന്നത്. അതിലിപ്പോൾ എന്താ പറയുക, എല്ലാം ദേവിക്ക് അർപ്പിക്കുകയാണ്. ഈ ആദ്യത്തെ പൊങ്കാലയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ മുഖത്തുണ്ടോന്ന് തോന്നുന്നു. എന്താ അറിയില്ല, ഒരുപാട് ടെൻഷൻ ഉണ്ട്. കാരണം നമ്മൾ കണ്ടിട്ടേ ഉള്ളൂ, ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. നമ്മളിപ്പോൾ പഴയ കാലത്തെ പോലെയല്ല, അടുപ്പ് കൂട്ടി നമ്മൾ തീ കത്തിച്ച് അത് നമ്മൾ ഇതുവരെ കണ്ടിട്ടും ചെയ്തിട്ടും ഒന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ അടുപ്പ് കൂട്ടി ആ ഒരു എക്സ്പീരിയൻസ് തന്നെ എനിക്കിപ്പോൾ സീരിയലിൽ ഷൂട്ട് ചെയ്ത സമയത്തായിരുന്നു. അപ്പോൾ എന്തായാലും നെർവസ്നെസ് ഉണ്ട്, പക്ഷെ ഒരുപാട് ഹാപ്പിയാണ്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. എസ്കെൻ, അത് തന്നെയാണ്, അതായത് സംസ്കൃതിയുടെ ആദ്യത്തെ പൊങ്കാലയാണ്. അത് അതിമനോഹരമായി തന്നെ നടക്കണമെന്നാണ് സംസ്കൃതിയുടെ ആഗ്രഹം. തിരുവനന്തപുരത്ത് നിന്നും അഖിൽ ഷാ, അൻസാർ 24. സംസ്കൃത ചിത്രർക്ക് മാത്രമേ ഇത്തരം പുരാണ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ കഴിയുന്നൊക്കെ ചില സംവിധായകർ പറയുന്നത് കേൾക്കാം. പണ്ടാര അടുപ്പിൽ 10:30 മണിക്കാണ് തീ പകരുന്നത്. അതോടെ ഈ തലസ്ഥാന നഗരം മുഴുവൻ എല്ലാ അടുപ്പിലും നിവേദ്യം പാകപ്പെടുകയായി. അതോടെ വലിയൊരു ഉത്സവത്തിനാണ് തുടക്കം ഉണ്ടാവുക. ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ 5 ലക്ഷത്തിലധികം സ്ത്രീകളുണ്ട്, ഭക്തജനങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ ഒരുപാട് ആളുകൾ തലസ്ഥാന നഗരിയിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മുടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ കയ്യാലകൾ ബുക്ക് ചെയ്യുന്ന പോലെയാണ് ഓരോ സ്ഥലവും ജനലക്ഷങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ വനിതാ സംഗമം എന്ന് നമുക്ക് ധൈര്യപൂർവ്വം വിളിക്കാം.